ഹലോ, എല്ലാവരും സുഖമായിരിക്കുന്നോ? ഞാൻ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. കാരണം ഇങ്ങനെ ഭയങ്കര മടിയാണ് ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാൻ. കാരണം ഞാൻ എടുത്താൽ ശരിയാവോ, എങ്ങനെ എടുക്കണം എന്നൊന്നും എനിക്കറിയില്ല. കാരണം എല്ലാം ഒറ്റയ്ക്ക് ചെയ്യുന്നുണ്ട്. രണ്ട് മക്കളെയൊക്കെ വെച്ച് മാനേജ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഞാനത് മടിച്ച് നിൽക്കും. അങ്ങനെ കമൻസിലൊക്കെ ഒരുപാട് പേര് ചോദിച്ചു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യുമെന്ന്. അങ്ങനെ പിന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇന്ന് രാവിലെ ബ്രഹ്മമുഹൂർത്ത വിളക്ക് തെളിയിക്കണം. അപ്പോൾ ഇന്ന് എണീറ്റപ്പോഴും നല്ല ലേറ്റായി. അങ്ങനെ എണീറ്റ് കുളിയൊക്കെ കഴിഞ്ഞു, പൂജാമുറിയൊക്കെ ഒരുക്കി. അപ്പം ഞാൻ എണീറ്റ് കുളി കഴിഞ്ഞപ്പോഴേക്കും കല്യാണിക്കുട്ടി എണീറ്റൊന്നും ഞാൻ എടുത്തില്ലെങ്കിൽ അവൾ എണീറ്റ് വന്നിരിക്കും. അപ്പോൾ ഇന്ന് അമ്മയുണ്ട്. അമ്മയുള്ളതുകൊണ്ട് കിച്ചണിലെ കാര്യമൊക്കെ പാചകമൊക്കെ അമ്മ അങ്ങ് ചെയ്തോളും കേട്ടോ. അതുകൊണ്ട് എനിക്കിനി വലിയ ടെൻഷനില്ല ലേറ്റായിട്ട് എണീറ്റുള്ളൂ. പിന്നെ പൂജാമുറിയിൽ തലേ ദിവസം തന്നെ ഞാൻ വിളക്കൊക്കെ തേച്ച് വെക്കും. അതുകൊണ്ട് എനിക്ക് രാവിലെ എണീറ്റിട്ട് വിളക്കൊക്കെ പെട്ടെന്ന് ഒരുക്കി കത്തിച്ചാൽ മതിയായിരുന്നു. പിന്നെ ഫോട്ടോസൊക്കെ തുടച്ചു, പൂവൊക്കെ വെച്ചു, ഫോട്ടോസിലും പൂവൊക്കെ വെച്ചു, കുടുംബദേവതയ്ക്കുള്ള വിളക്കൊരുക്കി. പിന്നെ ഞാൻ രാവിലെ എണീറ്റിട്ട് എനിക്ക് സുപ്രഭാതം ഞാൻ ടി വിയിൽ ഇങ്ങനെ വെക്കും കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി സുപ്രഭാതം ഇങ്ങനെ കേൾക്കാനായിട്ട്. അപ്പുറത്തെ അമ്പലത്തിൽ നിന്നൊക്കെ ചെറുതായിട്ട് കേൾക്കാൻ പറ്റത്തുള്ളൂ കേട്ടോ. എൻ്റെ വീട്ടിലൊക്കെ ആണെങ്കിൽ ഒരുപാട് നന്നായിട്ട് കേൾക്കാൻ പറ്റുമായിരുന്നു. എന്നാലും ഞാൻ രാവിലെ എണീറ്റിട്ട് എനിക്ക് സുപ്രഭാതം ഇങ്ങനെ കേൾക്കുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇതിപ്പോൾ ബ്രഹ്മമുഹൂർത്ത വിളക്ക് ഞാൻ ഇന്ന് അവസാനത്തെ ദിവസമാണ് ബ്രഹ്മമുഹൂർത്ത വിളക്ക് തെളിയിച്ച്. ഇതിപ്പോൾ 21ാമത്തെ ദിവസമാണ്. ഞാൻ ഇതിപ്പോൾ അവസാന ദിവസം ആയതുകൊണ്ട് ഇത് നല്ല ലേറ്റായിപ്പോയി. അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇല്ല, പെട്ടെന്ന് സമയം കഴിയുന്നതിന് മുമ്പ് എനിക്കെല്ലാം ചെയ്യാൻ പറ്റുമെന്നൊക്കെ വിചാരിച്ച് ഞാൻ പെട്ടെന്നായിരുന്നു എല്ലാ കാര്യങ്ങളും ചെയ്തത്. അപ്പോൾ ഞാൻ 5:30 വരെയാണ് ബ്രഹ്മമുഹൂർത്ത വിളക്ക് തെളിയിക്കാനുള്ള സമയമെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അങ്ങനെ എനിക്ക് അത്ര അറിവേ ഉള്ളൂ. ഞാൻ 5:30 മണിക്ക് മുമ്പേ എല്ലാം ഒരുക്കി കത്തിക്കാനുള്ള തയ്യാറെടുപ്പിലൊക്കെ ആയിരുന്നു. അങ്ങനെ ഞാൻ എന്തായാലും ഭയത്തിന് അതിന് മുമ്പേ എല്ലാം എനിക്കൊരു 5 മണിക്ക് മുമ്പേ തന്നെ എല്ലാം 5-5:15 അകത്ത് തന്നെ എനിക്കെല്ലാം ചെയ്ത് വിളക്കൊക്കെ തെളിയിച്ച് പ്രാർത്ഥിക്കാൻ പറ്റുമായിരുന്നു. നമ്മൾ രാവിലെ എണീറ്റ് ബ്രഹ്മമുഹൂർത്ത വിളക്ക് കൊളുത്തുമ്പോൾ തന്നെ നമ്മൾ കുടുംബത്തിൽ അതിൻ്റേതായിട്ടുള്ള പോസിറ്റീവായിട്ടുള്ള പല കാര്യങ്ങളും നമ്മൾ കുടുംബത്തിൽ തന്നെ ഉണ്ടാവും. അതൊന്ന് ചെയ്യാൻ പറ്റുന്നുള്ളവർ മാക്സിമം ചെയ്യാൻ പറ്റുന്നുള്ളവർക്കാണെങ്കിൽ ചെയ്യുക, നല്ലതാണ്. നമ്മൾ കുടുംബത്തിനായാലും നമ്മളുടെ മനസ്സിനായാലും ഒരു ഭയങ്കരമായിട്ടൊരു പോസിറ്റിവിറ്റി നമ്മളുടെ മനസ്സിന് തന്നെ ഉണ്ടാവും. പിന്നെ ബ്രഹ്മമുഹൂർത്ത വിളക്ക് പൂജാമുറിയിൽ തന്നെ തെളിയിക്കണമെന്നില്ല, നമ്മുടെ ഹോളിലായാലും തെളിയിക്കാം. ആ വിളക്കിൽ 5 തിരിയിട്ട് വിളക്ക് മാത്രം വെച്ചാൽ മതി. നമ്മുടെ എത്രത്തോളം നമ്മൾ ഭഗവാന്റെ ഒരു വിളക്ക്, ഒരു സാധാരണ ഒരു വിളക്കും തിരിയും വെള്ളവും വെച്ച് പ്രാർത്ഥിച്ചാൽ തന്നെ ഭഗവാൻ കേൾക്കും എന്നാലേ നമ്മളൊരു വിശ്വാസം. അങ്ങനെ എല്ലാ വിശ്വാസമുള്ളവർക്ക് എന്തായാലും ഈ ബ്രഹ്മമുഹൂർത്തങ്ങളൊക്കെ വീട്ടിൽ തെളിയിക്കാം കേട്ടോ. പിന്നെ ഞാൻ കർപ്പൂരാരതിയും ധൂപാരതിയും ഒക്കെ എടുത്തു. ഞാൻ കപ്പ് സാമ്പ്രാണിയാണ് കേട്ടോ. ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് എന്താ ധൂപ് ഞാൻ ചെയ്യുന്നതെന്ന്. ഇത് കപ്പ് സാമ്പ്രാണിയാണ് ഞാനെന്നും ധൂപാരതിയായിട്ട് എടുക്കുന്നത്. ഇന്ന് ഞാൻ കനകധാര സ്തോത്രമാണ് ഞാൻ ജപിച്ചത്. കനകധാര സ്തോത്രം അല്ലെങ്കിൽ ലളിതാ സഹസ്രനാമമാണ് ഞാൻ ഈ സമയങ്ങളിൽ ജപിക്കാറുള്ളത്. പിന്നെ ഞാൻ തുളസിത്തറയിലൊക്കെ വിളക്ക് വെച്ചു, പ്രാർത്ഥിച്ചു. പിന്നെ ജാനിക്കുട്ടി എണീറ്റ് വന്നു. മോളെയും കൊണ്ട് ഞാൻ ഡെയിലി ഇത് വിളക്കിൽ തെളിയിച്ച് പ്രാർത്ഥിക്കാനും ഇതേപോലെ സൂര്യഭഗവാന് പ്രാർത്ഥിക്കാനും ഒക്കെ ഞാൻ മോളെയും കൊണ്ട് ഞാൻ ചെയ്യിപ്പിക്കും. അത് മോൾക്കും ഇഷ്ടമാണ്. അപ്പോൾ അവളെയും കൊണ്ട് ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ പഠിപ്പിക്കാൻ എനിക്ക് താല്പര്യമുള്ളതുകൊണ്ട്, അവൾക്കും താല്പര്യമുള്ളതുകൊണ്ട് ചെയ്തു വരുന്നുണ്ട്. പിന്നെ അടുത്ത മോളെ കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റായി വന്നപ്പോൾ പിന്നെ ഇളയ ആളുടെ പരിപാടിയായി. കാരണം അവൾക്ക് ബ്രഷ് ചെയ്യാൻ ഭയങ്കര മടിയാണ്. അങ്ങനെ ബ്രഷ് ചെയ്യാൻ വേണ്ടി ഇരുന്നപ്പോൾ അവൾക്ക് തന്നെ ബ്രഷ് ചെയ്യണം, അമ്മ ബ്രഷ് ചെയ്ത് കൊടുക്കണ്ടെന്ന് പറഞ്ഞു. പിന്നെ വീഡിയോസൊക്കെ കാണിച്ചതുകൊണ്ട് നമ്മൾ വീഡിയോ എടുക്കുക എന്നൊക്കെ പറഞ്ഞാണ് പല്ലൊക്കെ തേപ്പിച്ചത്. പിന്നെ അമ്മ ഇതറിയാതെ എടുത്ത വീഡിയോ ആണ്. അമ്മ അറിഞ്ഞില്ല വീഡിയോ എടുക്കുന്നതെന്ന്. കുറേ കഴിഞ്ഞപ്പോഴാണ് അമ്മയ്ക്ക് മനസ്സിലായത് വീഡിയോ എടുക്കുകയാണെന്ന്. പിന്നെ അമ്മ നൈസായിട്ടങ്ങ് മാറി. അങ്ങനെ അമ്മ എല്ലാം ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതിൽ ഞാൻ കുറച്ച് പാക്കിങ് മാത്രം, ഫുഡൊക്കെ പാക്ക് ചെയ്താൽ മാത്രം മതിയായിരുന്നു. പിന്നെ ഇന്ന് ഇടിയപ്പമായിരുന്നു കേട്ടോ. അങ്ങനെ മോൾക്കും ഇടിയപ്പമൊക്കെ കൊടുത്തു. പിന്നെ ഇതാണ് ജാനിക്കുട്ടിയുടെ വെനസ്ഡേ യൂണിഫോം. ഇത് ബുധനാഴ്ച ദിവസങ്ങളിലിടുന്ന യൂണിഫോമാണ്. വൈറ്റ് ആയതുകൊണ്ട് വൈറ്റ് ഷൂവും സ്കേർട്ടൊക്കെയാണ്. അപ്പോൾ തിരിച്ചു വരുമ്പോൾ ഉള്ള ഇതിൻ്റെ കോലം വൈറ്റ് ആണോ ബ്രൗൺ ആണോ എന്ത് കളറാണെന്ന് പോലും അറിയത്തില്ല. ആ ഒരു കോലത്തിലാണ് തിരിച്ചു വരുന്നത്.
അങ്ങനെ തലയൊക്കെ കെട്ടിയ മോളെ ഒരുക്കി. പിന്നെ ഇന്ന് ലഞ്ചൊക്കെ പാക്ക് ചെയ്തു, സ്നാക്സും വെള്ളവും ചോറും ഒക്കെ വെച്ചു. പിന്നെ ഇന്ന് എക്സാമാണ് ജാനുകുട്ടിക്ക്. അപ്പോൾ രാവിലെ എണീക്കുമ്പോൾ ഓരോരോ ഡൗട്ട് ചോദിച്ചുകൊണ്ട് വരും ഈ സമയത്ത്. അങ്ങനെ അവൾക്ക് ഓരോരോ ഡൗട്ട് വരുമ്പോൾ അവളെ മുഖമൊക്കെ ഇങ്ങനെ മാറും. പിന്നെ പറഞ്ഞ് മനസ്സിലാക്കിയൊക്കെ കൊടുത്ത്. പിന്നെ രാവിലെ എണീക്കുമ്പോൾ തന്നെ മോൾക്ക് റാഗിയുടെ കുറുക്ക കൊടുക്കുന്ന കല്യാണിക്ക് എന്നും ഡെയിലി റാഗി കൊടുക്കും ഞാൻ. അപ്പോൾ റാഗി കൊടുത്തു. ഇത് റാഗി കൊടുക്കുന്ന സമയത്ത് അവൾക്ക് പാട്ട് കേൾക്കണം. പാട്ടെന്ന് വെച്ചാൽ സിനിമാ പാട്ടാണ്. ഒന്നെങ്കിൽ മുമ്പ് കുട്ടിച്ചാത്തനായിരുന്നു, ഇപ്പോൾ സിനിമാ പാട്ടാണ്. പിന്നെ ഇന്ന് അമ്മൂമ്മയും കൂടെ വരണമെന്ന് പറഞ്ഞു ജാനുകുട്ടി. അങ്ങനെ അമ്മയും കൂടെ ഇന്ന് ലിഫ്റ്റൊക്കെ ഇറങ്ങി താഴെ സ്കൂളിലാക്കാൻ വരിക. ബസ് വരും. ഇപ്പോൾ ബസ്സിൽ ആക്കാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ ഇറങ്ങി പോവാം. അങ്ങനെ ചേച്ചി അനിയത്തിയും കൂടെ ഭയങ്കര സ്നേഹത്തിൽ കൈയും പിടിച്ചൊക്കെ അങ്ങ് നടക്കുവാണ്. ഇറങ്ങിയപ്പോൾ നല്ല ചാറ്റൽ മഴ ഉണ്ടായിരുന്നു കേട്ടോ, ചെറിയൊരു ചാറ്റൽ മഴ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അപ്പോഴത്തേക്കും ബസ്സൊക്കെ വന്നു. ഇതാണ് വിദ്യ ചേച്ചിയാണ് ബസ്സിലോട്ട് ഇങ്ങനെ കയറ്റി വിടുന്നത്. എൻ്റെ 9th ഫ്ലോറിലാണ് ചേച്ചി താമസിക്കുന്നത്. അങ്ങനെ ജാനിക്കുട്ടി ടാറ്റയൊക്കെ കൊടുത്തു, കല്യാണിയും താഴെ നിന്ന് ടാറ്റയൊക്കെ തന്നു. അങ്ങനെ ചേച്ചിക്ക് ഉമ്മയൊക്കെ കൊടുത്തു, പറഞ്ഞു വിട്ടു. പിന്നെ തിരിച്ച് വരുന്ന വഴിക്കാണ് കല്യാണിക്ക് ഏതൊക്കെ റൂമുണ്ടോ അവിടെയൊക്കെ കയറിയിട്ട് വരും. ഇത് വിസിറ്റേഴ്സ് റൂമാട്ടോ. അപ്പോൾ അവിടെയൊക്കെ കയറി അവളെ പിടിച്ച് വിളിച്ചുകൊണ്ടാണ് പിന്നെ ഫ്ലാറ്റിലോട്ട് എത്തിയത്. പിന്നെ വന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. പിന്നെ ഇന്ന് പുറത്തോട്ടൊന്ന് പോകണം കേട്ടോ, കുറച്ച് സ്റ്റിച്ച് ചെയ്യാൻ കൊടുക്കാനുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഒരു ചെറിയൊരു ഷോപ്പിങ്ങൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ കല്യാണിക്കുട്ടിക്ക് വീട്ടിലിടാൻ ഡ്രസ്സൊന്നും ഇല്ലായിരുന്നു കേട്ടോ, അതൊക്കെ മേടിച്ചു. ഒന്ന് ഇടാൻ വേണ്ടിയിട്ടൊക്കെ കൊടുത്ത ഡ്രസ്സൊക്കെ ഇട്ട് വെപ്പിച്ചാണ്. ഇതാണ് സോനക്കുട്ടി, സോനയുടെ ഫ്ലാറ്റിലാട്ടോ ഇത്. അപ്പോൾ അവളെ ഫ്ലാറ്റിൽ ഇരുന്നാണ് ഇതേപോലെ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഓരോരോ പോസും ഉണ്ടോ, ഇതൊക്കെ പുതിയ പുതിയ പോസുകളാണ് മോളുടെ. അങ്ങനെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ നിൽക്കുന്നത്. അങ്ങനെ സോനക്കുട്ടിയുടെ ഫ്ലാറ്റിൽ ഇരുന്നു, നമ്മൾ ഫോട്ടോയൊക്കെ എടുത്തു, ഡ്രസ്സൊക്കെ ഇട്ടു, പാകമാണ് മോൾക്ക്. പിന്നെ വന്നിട്ട് ചോറുണ്ട് കേട്ടോ. ചോറ് എന്തുകൊണ്ടാണ് ഡൈനിങ് ടേബിളിലിരുന്ന് ചോറ് കഴിക്കാത്തതെന്ന് ചോദിച്ചാൽ, എൻ്റെ മോൾ ഡൈനിങ് ടേബിളിലെ കസേര നീക്കിയിട്ട് മണ്ടേ കയറി നിന്നിട്ട് ചാടും. അതുകൊണ്ട് കസേരയൊക്കെ കെട്ടി വെച്ചേക്കുക. അതുകൊണ്ടാണ് ഇവിടെ ഇരുന്ന് ചോറ് കഴിക്കുന്നത്. പിന്നെ മോളെ ഒന്ന് ഉറക്കി. പിന്നെ ഒരു 3:30 മണിയൊക്കെ ആകുമ്പോൾ ചാരുക്കുട്ടി വരും. ഓടി വരും, ലിഫ്റ്റ് ഇറങ്ങിയിട്ട് ഓടി വരുക. അങ്ങനെ ഓടി വന്നു. ഇന്ന് ഇപ്പിയാട്ടോ ഉണ്ടാക്കിയത്. കാരണം ഇപ്പി നൂഡിൽസ് അങ്ങനെയൊന്നും എനിക്ക് വാങ്ങാനും ഏട്ടനും താല്പര്യമില്ല. പിന്നെ വല്ലപ്പോഴും കൊതി വരുമ്പോൾ മേടിക്കും. അതിൻ്റെ മസാല ചേർക്കാതെ സാധാരണ നമ്മൾ വീട്ടിൽ മസാല വെച്ചാട്ടോ ഉണ്ടാക്കുന്നത്. പിന്നെ എനിക്ക് ഈ തേയില വെള്ളത്തിൽ ഈ മുറുക്കിട്ട് കഴിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ അത് കഴിച്ചു. പിന്നെ ഇത് കട്ടനൊക്കെ കുടിച്ച് കഴിഞ്ഞതിന് ശേഷം അമ്മ വരുമ്പോഴേ കട്ടൻ കൂടി, അല്ലെങ്കിൽ ഒന്നും ഇടത്തില്ല. അമ്മക്ക് പാല് മാത്രം കാച്ചി കൊടുക്കും. പിന്നെ സന്ധ്യ ആയപ്പോൾ സന്ധ്യയ്ക്ക് വിളക്ക് കത്തിക്കണമല്ലോ. അങ്ങനെ വീടൊക്കെ തൂത്തു തുടച്ചു. ഈ തുടയ്ക്കുന്ന സമയത്ത് ഇവർ രണ്ടുപേരും ഓടിക്കളിക്കുമ്പോൾ എനിക്ക് ദേഷ്യം വരും. അങ്ങനെ അവരെയൊക്കെ വഴക്ക് പറഞ്ഞ് മാറ്റി ഒക്കെ കഴിഞ്ഞിട്ട് തുടയ്ക്കുകയൊക്കെ ചെയ്തു. പിന്നെ കുളിച്ചു. പിന്നെ മോളെ വിളക്കൊക്കെ കത്തിച്ചു, മോളെ വിളിച്ചു, നാമം ചൊല്ലിച്ചു. എന്നും സന്ധ്യയ്ക്ക് മോളെ നാമം ജപിക്കും. അപ്പോൾ ഇളയാൾക്ക് ഒന്നും പറഞ്ഞു കൊടുത്താൽ മനസ്സിലാവില്ല. അപ്പോൾ മോളുടെ അടുത്ത് പറഞ്ഞ് വിളക്ക് കത്തിച്ച് നാമം ചൊല്ലിക്കാനൊക്കെ പറഞ്ഞു. അങ്ങനെ രാമനാമമൊക്കെ ചൊല്ലും. അതിനുശേഷം പിന്നെയാണ് ഏറ്റവും ദുർഘടം പിടിച്ച ഒരു പണി, പഠിത്തം. ഈ നാളെ ഹിന്ദി എക്സാമാണ്. ജാനിക്കാണെങ്കിൽ ഹിന്ദി ഇഷ്ടമേ ഇല്ല. കാരണം അവൾക്ക് ഹിന്ദി ടീച്ചറിനെ ഇഷ്ടമല്ല. കാരണം ഒരുപാട് ഹാർഷായിട്ടോ ഹിന്ദി ടീച്ചർ സംസാരിക്കുന്നത്. പാരൻസിൻ്റെ അടുത്തായാലും മോളെടുത്ത് കുഞ്ഞുങ്ങളുടെ അടുത്തായാലും. പിന്നെ അവൾക്ക് ഏറ്റവും ഇഷ്ടം മാത്സ് മാമിനെയാണ്, മിനി മാം. ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ മിനി മാം. നമ്മളുടെ അടുത്തൊക്കെ സംസാരിക്കുന്ന കണ്ട ദൈവമേ ഇങ്ങനെയൊക്കെ ടീച്ചേഴ്സ് ഉണ്ടാവുമെന്ന് തന്നെ വിചാരിക്കും. ഭയങ്കര സ്നേഹമുള്ള ടീച്ചറാട്ടോ ഈ മിനി മാം. അങ്ങനെ അവൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ടീച്ചറാണ് മിനി മാം. അതേപോലെ ക്ലാസ് ടീച്ചറിനെ ഇഷ്ടമാണ്. പിന്നെ നമ്മൾ പഠിത്തമൊക്കെ കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ഇവരുടെ കുറച്ച് ഓടിക്കളിയും ഒളിച്ചുകളിയും അങ്ങനെ കുറച്ച് കളികളും പരിപാടികളൊക്കെ ഉണ്ട്. അതൊക്കെ കഴിഞ്ഞു. അതിൻ്റെ ഇടയിൽ എൻ്റെ വഴക്കൊക്കെ കിട്ടും കേട്ടോ. അവിടെ കിടന്ന് ഓടുമ്പോൾ വീഴും. ചേച്ചി അനിയത്തും കൂടെ വന്ന് വീഴും. പിന്നെ കരച്ചിലായി അടിയായി അങ്ങനെയൊക്കെ പരിപാടിയൊക്കെ ഉണ്ട്. പിന്നെ ജ്യൂസ് അമ്മ ഓറഞ്ച് ഉണ്ടായിരുന്നു, അതെടുത്ത് ജ്യൂസ് അടിച്ച് തന്നു. അത് ഞങ്ങൾ എല്ലാവരും കൂടെ കുടിച്ചു. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ എൻ്റെ കുഞ്ഞ് ഡേ ഇൻ മൈ ലൈഫ്. അപ്പോൾ ഒരുപാട് തെറ്റുകളൊക്കെ ഉണ്ട്, എല്ലാവരും ക്ഷമിക്കുക. എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻസിലൊക്കെ അറിയിക്കുക. എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വ്ളോഗ്. ടാറ്റാ.